പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 6-ാം ഞായർ. യേശു ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുന്ന സംഭവത്തെ അനുസ്മരിക്കുന്ന നോമ്പിൻ്റെ ഈ 6-ാം ഞായറിലെ വായനകൾ നമ്മെ ആത്മീയ അന്ധതയിൽ നിന്ന് മോചിപ്പിച്ച് എങ്ങനെ ദൈവിക പ്രകാശത്തിലേക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലേക്കും നയിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഇന്നത്തെ ലേഖന ഭാഗങ്ങൾ 1 പത്രോസ് 4:12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, റോമർക്കെഴുതിയ ലേഖനം 14:13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 4:12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയമായി സഹനത്തെ എങ്ങനെ സമീപിക്കണമെന്നാണ് പത്രോസ് ശ്ലീഹ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒന്നാമതായി ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. സ്വന്തം അകൃത്യങ്ങൾ മൂലമുണ്ടായ സഹനങ്ങളിലും പരാജയത്തിലും പോലും മിക്ക പ്രവാചകൻ 7:8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ നാം മനസ്സിടറാതെ അനുതാപപൂർവം ദൈവത്തിൽ ആശ്രയിക്കുകയും, ഞാൻ തെറ്റ് ചെയ്തു പോയി എങ്കിലും അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും എന്ന പ്രത്യാശയോടെ കർത്താവിൻ്റെ രക്ഷാ വാഗ്ദാനം കാത്തിരിക്കുകയും ചെയ്യണം. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടെ അത് ഭാഗ്യമായി കരുതണം. മൂന്നാമതായി ശ്ലീഹ പറയുന്നു, തിന്മ ചെയ്തിട്ട് പീഡ സഹിക്കാൻ ഇടവരുത്താതെ ക്രിസ്ത്യാനി എന്ന നിലയിൽ നന്മ ചെയ്തുകൊണ്ട് പീഡ സഹിക്കുകയും അതിൽ ലജ്ജിക്കാതെ അഭിമാനപൂർവം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. 1 പത്രോസ് 4:19. സ്വന്തം തിന്മകൾ മൂലം സഹിക്കാൻ ഇടവരുന്നത് ദൈവഹിതമനുസരിച്ചുള്ള സഹനമല്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. നോമ്പിൻ്റെ ദിവസങ്ങളിലും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളെക്കുറിച്ചുള്ള ഈ 3 പാഠങ്ങളും അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റാൻ നിരന്തരം പരിശ്രമിക്കാം. അതുവഴി സഹനം ദൈവമഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന രക്ഷാകരമായ പാതയാണെന്ന ബോധ്യത്തിലേക്ക് വളരാം. ക്രിസ്തീയ സഹനത്തിലേക്ക് ഏവരെയും ആകർഷിച്ചടിപ്പിക്കുകയും അങ്ങനെ ക്രിസ്തീയ സഹനത്തിൻ്റെ പങ്കാളികളും സാക്ഷികളും പ്രഘോഷകരുമായി തീരാം നമുക്ക്. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വിശ്വാസികളുടെ ഇടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് ഇതെഴുതുവാൻ ശ്ലീഹായെ പ്രേരിപ്പിച്ചത്. പരസ്പരം വിധിക്കാതെയും അപരന് ഇടർച്ച വരുത്താതെയും സ്നേഹത്തിൻ്റെ അരൂപിയിൽ അവനവൻ്റെ മനസാക്ഷി അനുസരിച്ച് വിശ്വാസത്തോടെ വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ശ്ലീഹ ഈ ലേഖന ഭാഗത്ത് ഊന്നിപ്പറയുന്നത്. ഭക്ഷണപാനീയങ്ങൾക്കല്ല, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളായ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ പൗലോസ് ശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഇതുവഴി. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. യേശു ജന്മന അന്ധനെ സുഖപ്പെടുത്തുകയും അതുവഴി യഹൂദ നേതാക്കളുടെ ആത്മീയ അന്ധതയെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ് ഈ സുവിശേഷ ഭാഗത്ത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നോമ്പിൻ്റെ 1-ാം ഞായറിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ
ഒരടയാളത്തോടെ ആരംഭിക്കുകയും 6-ാമത്തെ ഞായർ ഇതേ സുവിശേഷത്തിലെ മറ്റൊരടയാളത്താലെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധേയമത്രേ. ഈ സുവിശേഷ ഭാഗം 5 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മുടെ നിരന്തര ധ്യാനത്തിനായി നൽകുന്നത്. 1. അവർ കടന്നു പോകവേ ജന്മന അന്ധനായ ഒരുവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, അവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുത്തെ രക്ഷാകരമായ ഇടപെടലുകളും വെളിപ്പെടുത്തലുകളുമാണ്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ ഇത് അവിടുത്തെ പ്രവൃത്തികൾ എന്നിൽ പ്രകടമാകേണ്ടതിനാണെന്ന് വിശ്വസിച്ച് പ്രത്യാശയോടുകൂടെ കാത്തിരിക്കണം നാം. തോബിത്തിനെ പോലെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആനന്ദക്കണ്ണീർ പൊഴിച്ചുകൊണ്ട്, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്, അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്, അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു, എന്നാലും എന്നോട് കരുണ കാട്ടി എന്ന് നമുക്കും പറയാൻ സാധിക്കണം. തോബിത്ത് 11-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 2. യേശു ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുക വഴി താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന സത്യം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ സത്യ വെളിച്ചമായ മിശിഹായുടെ പ്രവൃത്തികളാണ് ലോകത്തെ മുഴുവനും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും നയിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുക വഴി പ്രതീകാത്മകമായി യേശു തന്നെ വെളിപ്പെടുത്തി. എന്നാൽ ഇവിടെ താൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ദൈവം പ്രകാശമാണെന്നും അവന്റെ കൂട്ടായ്മയിലായിരിക്കുന്നവർക്ക് അന്ധകാരത്തിൽ നടക്കാനാവില്ലെന്നും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ച് സത്യ വെളിച്ചത്തിലേക്ക് നയിക്കുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം യോഹന്നാൻ തൻ്റെ ലേഖനത്തിലും വ്യക്തമാക്കുന്നുണ്ട്. 1 യോഹന്നാൻ 1:5-10 വരെയുള്ള വാക്യങ്ങൾ. ഈ സത്യപ്രകാശത്തിലേക്ക് വരാത്തവർ ആത്മീയ അന്ധതയിലാണെന്ന് യേശു ഉറപ്പിച്ചു പറയുന്നു. അവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്ന ദൈവമഹത്വം ദർശിക്കാനാവില്ല. 3. യേശു ജന്മന അന്ധനായവനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും മനുഷ്യൻ്റെ സഹകരണവും നാം ദർശിക്കുന്നു. യേശു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് പറഞ്ഞു, നീ പോയി സീലോഹ കുളത്തിൽ കഴുകുക. അവൻ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഇതിൽ നിന്ന് ദൈവമഹത്വം ദർശിക്കുന്നതിനും അവിടുത്തെ രക്ഷാകര പ്രവൃത്തികൾ അവനിൽ പ്രകടമാകുന്നതിനും മനുഷ്യൻ്റെ സഹകരണം അനിവാര്യമാണെന്ന് വ്യക്തമാകുന്നു. 4. യേശു ഈ അന്ധന് കാഴ്ച നൽകിയെങ്കിലും അപ്പോൾ അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അവൻ്റെ വിശ്വാസത്തിൽ പടിപടിയായ ഒരു വളർച്ചയുടെ പാത ദൃശ്യമാണ്. അന്ധൻ്റെ വിശ്വാസത്തിൽ പടിപടിയായ ഒരു വളർച്ചയുടെ പാത ദൃശ്യമാണ്. ആദ്യം യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ എന്നാണ് അന്ധൻ യേശുവിനെ വിശേഷിപ്പിക്കുന്നത്. 9:11. അത് കഴിഞ്ഞ് 17-ാം വാക്യത്തിൽ യേശു ഒരു പ്രവാചകനാണെന്ന് അവൻ പറഞ്ഞു. എന്നാൽ 33-ാം വാക്യത്തിൽ അന്ധൻ യേശുവിനെ ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവൻ യേശുവിൽ വിശ്വസിക്കുകയും അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും അവനെക്കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്തു. അതായത് യേശുവിനെ അവന് അറിയില്ലായിരുന്നു എങ്കിലും അവനറിയാതെ അവിടുന്ന് അവൻ്റെ വിശ്വാസത്തെ തൊട്ടുണർത്തി. അവന് കാഴ്ച നൽകുന്ന അടയാളത്തിലൂടെ അവൻ്റെ ഹൃദയത്തെ കർത്താവ് സ്വാധീനിച്ചിരുന്നു. പിന്നീട് മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അറിയാനുള്ള കൂടുതൽ ആഗ്രഹം അവനിൽ ജനിപ്പിച്ചു. കർത്താവെ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ട്
അവിടുന്ന് തന്നെ തന്നെ അവന് പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. 9-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുക എന്നതിനെ സൂചിപ്പിക്കുവാൻ ബാഹ്യമായ കാഴ്ച, നിരന്തര വിചിന്തനത്തിലൂടെ ലഭിക്കുന്ന പടിപടിയായുള്ള വിശ്വാസപരമായ ഉൾക്കാഴ്ചയിലുള്ള വളർച്ച, ആഴമായ മിസ്റ്റിക്കൽ വിഷൻ, ദൈവത്തിൻ്റെ മറനീക്കി പ്രത്യക്ഷപ്പെടൽ എന്നീ അർത്ഥങ്ങൾ വരുന്ന പല ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മിൽ ഒരിക്കലും മായാത്ത മുദ്ര പതിപ്പിക്കുന്ന ആഴമായ ദൈവനിവേശിത ജ്ഞാനത്തെ അഥവാ ദൈവം മറനീക്കി പ്രത്യക്ഷപ്പെടുന്ന മിസ്റ്റിക്കൽ ദർശനത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന യൗറാക്ക എന്ന പദമാണ് യോഹന്നാൻ 9:36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നീ അവനെ കണ്ടു കഴിഞ്ഞു എന്ന് യേശു പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു മുമ്പുള്ള വാക്യങ്ങളിൽ മറ്റു പദങ്ങളും. ഇതിൽ നിന്ന് യോഹന്നാന്റെ വീക്ഷണത്തിൽ ആഴമായ മിസ്റ്റിക്കൽ അനുഭവങ്ങൾ ഒരു നിമിഷം കൊണ്ട് കിട്ടുന്നതല്ല എന്നും ആ മിസ്റ്റിക്കൽ അനുഭവം നിമിഷ നേരത്തേക്ക് മാത്രം ഉള്ളതല്ല എന്നും വ്യക്തമാക്കുന്നു. നോമ്പിൻ്റെ ആദ്യത്തെ 5 ആഴ്ചകളിലൂടെയും വ്യക്തികളിലുണ്ടാകേണ്ട പടിപടിയായ വിശ്വാസ വളർച്ചയെ നാം മനസ്സിലാക്കി. വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള വളർച്ചയും. എന്നാൽ ഇവിടെ ഈ അന്ധനിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വവും വിശ്വാസ വളർച്ചയും ദൈവത്തിൻ്റെ പ്രത്യേക കൃപാദാനമാണ്, മിസ്റ്റിക്കൽ ഗ്രേസ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടുള്ള വിശ്വാസം പൂർണ്ണമല്ലെന്നും യഥാർത്ഥ ക്രിസ്തു രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കുന്നതിന് കർത്താവിൻ്റെ മറനീക്കി പ്രത്യക്ഷപ്പെടലിലൂടെയുള്ള നേരിട്ടുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം അവിടുന്ന് അവനിൽ പ്രകടമാക്കി. ജന്മന അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലെ 5-ാമത്തെ സന്ദേശം യഥാർത്ഥമായ ക്രിസ്താനുഭവം അഥവാ മിസ്റ്റിക്കൽ അനുഭവം പ്രേക്ഷിത തീഷ്ണതയിലേക്കും സത്യത്തോടുള്ള തുറവിയിലേക്കും നമ്മെ നയിക്കും. അന്ധന് ദൈവം നൽകിയ ഉന്നതമായ വിശ്വാസ അനുഭവമാണ് അവൻ്റെ വിശ്വാസ സാക്ഷ്യത്തിലൂടെയും പ്രഘോഷണത്തിലൂടെയും പ്രകടമാകുന്നത്. തന്നെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമെന്നും തൻ്റെ ജീവൻ പോലും അപകടത്തിലാകുമെന്നും അറിയാമായിരുന്നിട്ടും അവൻ ഒട്ടും ഭയപ്പെടാതെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തി. യേശു അവനെ സുഖപ്പെടുത്തിയ ശേഷം ആരാണ് താനെന്ന് സ്വയം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവനൊരു യഹൂദനായിരുന്നിട്ടും ഒട്ടും മടിക്കാതെ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ അവൻ പ്രണമിച്ചു. വിശ്വാസത്തിൻ്റെ പക്വതയിലേക്ക് വളരുമ്പോൾ നാം സത്യത്തോടുള്ള തുറവിയുള്ളവരും മടി കൂടാതെ സത്യത്തെ ആശ്ലേഷിക്കുന്നവരും സാക്ഷ്യപ്പെടുത്തുന്നവരുമായി മാറും. അന്ധൻ്റെ കണ്ണു തുറന്ന കർത്താവേ, ഞങ്ങളുടെ ആത്മനയനങ്ങൾ തുറന്ന് അങ്ങയെ യഥാർത്ഥമായി ദർശിക്കുവാനും അങ്ങയെ തിരിച്ചറിയാനുമുള്ള കൃപയരുളണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.